തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബോംബ് ഭീഷണി. വിഴിഞ്ഞം മുക്കോലയിൽ SIB ബാങ്കിലെ ഇമെയിലിലേക്കാണ് ബോംബ് സന്ദേശം എത്തിയത്. ബാങ്കിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നു. അഷിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അഷിൻ, പരിശോധന എന്തായി? അറോഷ്, ഇന്ന് രാവിലെ 11:30 കൂടിയാണ് വിഴിഞ്ഞത്തെ ഈ ബാങ്കിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. സ്വകാര്യ ബാങ്കിന്റെ ഇമെയിൽ ID-യിലേക്കാണ് ഭീഷണി വന്നിട്ടുള്ളത്. IED-കൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഏത് നിമിഷവും അത് പൊട്ടിത്തെറിച്ച് ഒരു സ്ഫോടനം ഉണ്ടാകും എന്നൊരു ഭീഷണിയാണ് ഈ മെയിൽ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. തുടർന്ന് വിഴിഞ്ഞം പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. മാനേജറുടെ മെയിൽ ID-യിലേക്കാണ് ഇത് സംബന്ധിച്ച ഈ ഒരു ഭീഷണി സന്ദേശം എത്തിയത്. ഉടൻ തന്നെ പോലീസിനെയും ബോംബ് സ്ക്വാഡിനെയും ഒക്കെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അടക്കമുള്ളവർ നിലവിൽ അവിടെ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ഒരു വ്യാജ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും ബാങ്കിൽ ഇത്തരത്തിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഈ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ കേരളത്തിലടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു ബോംബ് ഭീഷണി സന്ദേശം ഈ SIB ബാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. മുക്കോല SIB ബാങ്കിന്റെ മാനേജറിന്റെ മെയിൽ ID-യിലേക്കാണ് ഇത് സംബന്ധിച്ച ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. നിലവിലിപ്പോൾ വിഴിഞ്ഞത്തെ ഈ ബാങ്കിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത് ഫേക്ക് വ്യാജ സന്ദേശമാകും എന്നൊരു നിഗമനത്തിലാണ് പോലീസും ഡോഗ് സ്ക്വാഡും ഉള്ളത്. നിലവിൽ എന്തായാലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ എങ്കിലും പരിശോധന തുടരുകയാണ്. റോഷ്നി, ഓക്കെ, ഇതിപ്പോ ഈ സന്ദേശം വന്ന് എന്തായാലും ആരൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്? റോഷി, നിലവിലിപ്പോൾ ബോംബ് സ്ക്വാഡിന്റെ പരിശോധന ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിഴിഞ്ഞം പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധന ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ബാങ്കിന്റെ പരിസരത്തൊക്കെ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ബാങ്കിനോട് ചേർന്നുള്ള സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലടക്കം കേരളത്തിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ഭീഷണി സന്ദേശം കൂടി എത്തുന്നത്. നമുക്കറിയാം, തലസ്ഥാന ജില്ലയിൽ ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ വരുന്നത് ഇത് ആദ്യമായല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഭീഷണി സന്ദേശം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, നേരത്തെ പ്രധാന ഇടങ്ങളിൽ, അതായത് സെക്രട്ടേറിയറ്റ്, റെയിൽവേ സ്റ്റേഷൻ, ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ അത് മാറി സ്വകാര്യ ബാങ്കുകളിലേക്ക് കൂടി ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നുള്ളതാണ്. ഈ സന്ദേശങ്ങളുടെ ഉറവിടം പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞത്തെ മുക്കോലയുടെ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്നത്. റോഷ്നി, ശരി, അഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.